ആൻഡ് വെൽക്കം എവ്രിബഡി ടു കറിവീട്. കുറച്ച് ദിവസം വീഡിയോസ് ഇടാൻ പറ്റില്ല, അമ്മ ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ രാത്രി 10:05 ആയിട്ടാണ് ഈ വാച്ചിൽ തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. ഇന്ന് എന്താ അമ്മ ഉണ്ടാക്കാൻ പോണേ? ചോലെ ഭട്ടൂര ഉണ്ടാക്കാൻ പോവാണ്. ചോലെ ഭട്ടൂര അല്ലേ? അപ്പോൾ എന്താണ് അമ്മ ചോലെ ഭട്ടൂരയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്? ചോലെ ഭട്ടൂരയ്ക്ക് ആവശ്യമുള്ളത് 200 ഗ്രാം കടല 8 മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് കാടമം വേണം, ഒരു 4-5 കാടമം, ഒരു ഇഞ്ച് പട്ട, കുറച്ച് കുരുമുളക്, കുറച്ച് ഗ്രാമ്പു, പിന്നെ അജ്വൈൻ, 2 ബേ ലീവ്സ്, ഉപ്പ്. പിന്നെ മസാലയ്ക്ക് ആവശ്യമുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ചന മസാല, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, പച്ചക്കൊത്തമല്ലി, 3 സവാളയും ഒരു 2 ടൊമാറ്റോയും കൂടെ വേണം. ഗ്രേവി എല്ലാം റെഡി ആയതിനു ശേഷം നമുക്ക് കുറച്ച് കസ്തൂരി മേത്തിയും ചേർക്കണം. ഞാൻ വെള്ളം ചൂടാക്കിയിട്ട് തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ഡിക്കോഷനാണ് ഞാൻ ഈ ചെന്ന വേവിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും ടേസ്റ്റിനും. ആദ്യം നമുക്ക് തേയില വെള്ളം ഉണ്ടാക്കണം. 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായി. അപ്പം നമുക്ക് ഈ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. അപ്പോൾ ഈ തേയില വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മളിത് അരിച്ച് ചോല ഈ ഡിക്കോഷനിലാണ് നമ്മൾ വേവിക്കേണ്ടത്. അപ്പം നല്ലൊരു ടേസ്റ്റും നിറവും കിട്ടും. ഞാനിവിടെ ഒരു തുണി കഷ്ണം എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് ഞാൻ ഒരു കിഴി ഉണ്ടാക്കിയിട്ട് ചെന വേവിക്കുമ്പോൾ അതിനകത്ത് ഇട്ട് വേവിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലേവർ എല്ലാം ചെനയിൽ കിട്ടും. അപ്പം ഞാൻ ഈ ഹോൾ സ്പൈസസ് എല്ലാം ഇവിടെ ഇടുകയാണ്. പട്ട, ഒരു 3-4 ഏലക്ക, 3-4 ഗ്രാമ്പു, ഒരു ടീസ്പൂൺ അജ്വൈൻ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു കിഴി കെട്ടാം. തിളപ്പിച്ച് വെച്ച തേയില അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു. കുക്കർ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന വേവിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കുതിർത്ത് വെച്ച ചെന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ തേയില വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മസാല കിഴി നമുക്ക് ഇതിനുള്ളിൽ ഇറക്കി വെക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. കുക്കറിൽ പ്രഷർ വരട്ടെ. അപ്പോൾ നമുക്ക് വെയിറ്റ് ഇടാം. എന്നിട്ട് 2 വിസിൽ കേൾക്കണം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വെയിറ്റ് ഇടാം. 2 വിസിൽ അടിച്ചു. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു. നമുക്കിനി ഭട്ടൂരയ്ക്കുള്ള മാവ് കുഴയ്ക്കാം. ഭട്ടൂര ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനോടൊപ്പം ഒരു 1/4 കപ്പ് റവ കൂടെ ചേർക്കണം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/2 കപ്പ് തൈരും കൂടെ ഇതിനകത്ത് ചേർക്കണം. ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. എന്നിട്ട് നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഒട്ടുന്ന പരുവാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ച് അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുഴയ്ക്കണം. കുഴച്ചിട്ട് ഇതിനെ നമ്മളിങ്ങനെ അടിക്കണം, ഇങ്ങനെ എറിയണം. ഒരു 3-4 മിനിറ്റത്തേക്ക് നമ്മളിതിനെ ഈ മാവിനെ നമ്മൾ ഇങ്ങനെ എറിയണം. എന്നാലും ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനൊരു 4 മിനിറ്റോളം ഇതിങ്ങനെ പാത്രത്തിനുള്ളിൽ നന്നായിട്ട് അടിച്ച് ബീറ്റ് ചെയ്ത് എറിഞ്ഞെടുത്തു. എന്നിട്ട് അപ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്കിങ്ങനെ തടവി വെക്കാം. എന്നിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇത് മൂടി വെക്കുകയോ ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വയ്ക്കുകയോ 2 മണിക്കൂറോളം നമുക്കിത് റെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 50 ഗ്രാം ഇഞ്ചിയും 50 ഗ്രാം വെളുത്തുള്ളിയും നമുക്ക് പേസ്റ്റാക്കി അരച്ചെടുത്ത് വരാം. അത് മൊത്തം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇതിൽ 3 ടേബിൾ സ്പൂണേ ഉപയോഗിക്കുന്നുള്ളൂ.
ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് അരയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ ബൗളിലോട്ട് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാം. അതിന് ഞാൻ 2 ടൊമാറ്റോ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മിക്സിയിലോട്ട് ഇടാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചെടുത്ത് വരാം. നന്നായിട്ട് പേസ്റ്റായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ചോല പ്രിപ്പറേഷനിലോട്ട് പോവാം. ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കുക്കർ തുറന്ന് നോക്കാം. ആ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. മസാലക്കിഴി എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ വെള്ളം വാർത്തെടുക്കാം. നമ്മുടെ പോട്ട് ചൂടായി. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എന്നിട്ട് എണ്ണ ചൂടാവുമ്പോൾ നമുക്കൊരു 1 ടീസ്പൂൺ അജ്വാൻ ഇട്ട് കൊടുക്കാം. അജ്വാൻ ഒന്ന് ചൂടായി ഒന്ന് പൊട്ടിക്കോട്ടെ. ഓക്കെ, പൊട്ടുന്നത് കേട്ടോ, ശബ്ദം കേട്ടോ? ആ കടുക് പൊട്ടണമല്ലോ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വഴറ്റണം. ഡ്രെയിൻ ചെയ്ത് വെച്ച ചെന നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ചെന മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ സവാള എന്തായെന്ന് നോക്കാം. ആ സവാള വഴണ്ട് വരുന്നേ ഉള്ളൂ. വഴണം, കുറച്ചുകൂടെ ബ്രൗൺ കളർ ആവണം. നമ്മുടെ സവാള കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. എന്നിട്ട് ഈ മസാലയുടെ മണമൊക്കെ പോയിട്ട് ആ ഓണിയൻ ഒന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം. നമ്മുടെ ഓണിയൻസ് ഒക്കെ അപ്പം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി മസാല ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ചെന്ന മസാല. എന്നിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇപ്പോൾ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പേസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ, നന്നായി ബോയിൽ ആയിക്കോട്ടെ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഗ്രേവിയിൽ നിന്ന് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം. അതുവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഗ്രേവിയിൽ നിന്ന് എണ്ണയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ചെന കുറച്ചിട്ട് കൊടുക്കാം. കടല വേവിച്ചെടുത്ത ആ ചായൻ്റെ ആ വെള്ളം നമുക്കിതിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ കടലേനെ നമുക്കിതിനകത്തൊന്ന് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം. നന്നായി മാഷ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഇരിക്കുന്ന ചെന്ന മസാല പുരട്ടിയ ചെന്ന നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
ഒപ്പം ബാക്കിയുള്ള കടല വേവിച്ച ആ വെള്ളം കൂടി ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചോല ഇവിടെ തിളച്ചു കഴിഞ്ഞു, നന്നായി ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചർ ജൂലിയൻ ഇട്ട് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് കുറച്ച് പച്ചക്കൊത്തമല്ലിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ആ ചന മസാല ഇതിൻ്റെ മേലെ ഇങ്ങനെ തൂക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾക്കിത് ഇറക്കി വെക്കാം. അടുത്ത് നമുക്ക് ചെറിയ ഒരു പാൻ വയ്ക്കാം. അപ്പോൾ പാൻ ചൂടായി. അപ്പോൾ നമ്മൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ കൂടുതൽ 1 ടേബിൾ സ്പൂൺ കൂടെ കൂടുതൽ ഒഴിക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. നെയ്യ് ചൂടായപ്പോൾ ഞാൻ ആ നെയ്യ് ഇറക്കി വെച്ചിട്ട് ചന മസാലയുടെ പോട്ട് എടുത്ത് ഗ്യാസിൻ്റെ മേലെ വെച്ചു. എന്നിട്ട് ഞാൻ ഈ നെയ്യ് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു. ഇത് കഴിക്കാൻ നേരത്തെ ഇളക്കിയാൽ മതി, ഇപ്പോൾ ഇളക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അടപ്പ് കൊണ്ട് മൂടി വെക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് സെർവ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ മാവ് എന്തായി നോക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതെടുത്ത് ഉരുളകളാക്കാം. നമുക്കൊരു ട്രേ എടുക്കാം. എന്നിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ തടവി വെക്കാം. നമ്മൾ എന്നിട്ട് ഒരു ബോളാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി നല്ല ഷേപ്പ് റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കണം. റൗണ്ട് ഷേപ്പിലോട്ട് ആക്കിയെടുത്തു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ഇങ്ങനെ നല്ല റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇച്ചിരി ഓയിൽ തടവി കൊടുക്കാം. ഒരു വെറ്റ് തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കവറ്, ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറ് കൊണ്ടോ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ചൂടാക്കാം. ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് മാവ് എടുത്ത് പരത്താം. നമ്മൾ കൈ കൊണ്ട് പറാട്ട ഉണ്ടാക്കുന്ന പോലെ അത്രയും തിക്നെസ്സിൽ വേണം ഇത് നമുക്ക് എടുക്കാൻ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് വെട്ടിക്കെട്ട ചൂട്. ആഹാ, ബട്ടൂടയുടെ അകഭാഗത്ത് മറ്റേ ടെക്സ്ചറൊക്കെ കാണാൻ കണ്ടോ? റവ ഇട്ടെൻ്റെ തോന്നുന്നു. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ടേസ്റ്റ് കുറേട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അപ്പം തന്നെ ഞാനും അമ്മയും കൂടെ അത് മൊത്തം തിന്നെടുത്തു. അല്ല, വേറെ ബട്ടൂര ഉണ്ടായിരുന്നു, കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്,
ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാൽ ഞങ്ങൾ പിന്നെയും വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ദിസ് ഇസ് കറിവീട് സൈനിങ് ഔട്ട്.